CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അലോക് വർമ്മ സർവീസിൽ നിന്ന് രാജിവെച്ചു. ഫയർ ആൻഡ് സർവീസ് DG ചുമതല ഏറ്റെടുക്കുന്നതിനാകുന്നില്ലെന്ന് വർമ്മ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്നും CVC അന്വേഷണം ഏകപക്ഷീയമാണെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ രാജിക്കത്തിൽ അലോക് വർമ്മ പറയുന്നു. ഹരീഷിന്റെ റിപ്പോർട്ട്. CBIയുടെ തലപ്പത്ത് നാടകീയ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം 4:40 പ്രധാനമന്ത്രിയുടെ വസതിയിൽ തുടങ്ങിയ യോഗം രാത്രി 7 മണിക്ക് ശേഷമാണ് അവസാനിച്ചത്. ആ ഉന്നതതല സമിതി യോഗത്തിന് ശേഷം അലോക് കുമാർ വർമ്മയെ തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ CBI തലപ്പത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിന് സെക്ഷനിൽ തനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, താൻ ആ പദവി ഏറ്റെടുക്കുന്നില്ല എന്ന് അലോക് കുമാർ വ്യക്തമാക്കുകയും തൊട്ടുപിറകെ അദ്ദേഹം രാജിക്കത്ത് ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാരിന് അയച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നാടകീയ സംഭവങ്ങൾ CBIയുടെ തലപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായി തന്നെ നാഗേശ്വർ റാവു വീണ്ടും ഇടക്കാല ഡയറക്ടറായി തന്നെ അധികാരത്തിലേറ്റു. ഇന്നലെ രാത്രിയോട് കൂടി വീണ്ടും അധികാരത്തിൽ വന്നു. അദ്ദേഹം ഇന്ന് രാവിലെയോട് കൂടി തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 48 മണിക്കൂർ മാത്രം അധികാരത്തിലുണ്ടായിരുന്ന അലോക് കുമാർ വർമ്മ പല തീരുമാനങ്ങളും എടുത്തിരുന്നു. കാരണം 13 പേരെ സ്ഥലം മാറ്റിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ 13 പേരെയും തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനു പുറമെ ഇന്നലെയോട് കൂടി തന്നെ 5 പേരെ വീണ്ടും അലോക് കുമാർ വർമ്മ സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ആ എല്ലാ നടപടികളും സ്ഥലം മാറ്റുന്ന നടപടികളെല്ലാം തന്നെ റദ്ദു ചെയ്തുകൊണ്ട് തന്നെ ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നാഗേശ്വർ റാവു. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ എങ്ങനെയാണ് വ്യവസ്ഥ വരുന്നത് അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോകും. പല തന്ത്രപ്രധാനമായ രേഖകളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അലോക് കുമാർ വർമ്മയുടെ കയ്യിലുണ്ടെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കാരണം റഫേൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അലോക് കുമാർ വർമ്മ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ വിശദീകരണം തേടുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് ഇങ്ങനെ അദ്ദേഹം അധികാരത്തിലിരുന്നാൽ അദ്ദേഹം ഔദ്യോഗിക പദവിയിലുണ്ടെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള ബോധ്യം അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാവുമെന്ന് മോദിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് മോദി അദ്ദേഹത്തെ ഉടനെ തന്നെ നിർബന്ധപൂർവ്വം അവധിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ആ കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ഒന്നുകൂടി ശക്തി കൂട്ടുന്ന ഒരു തീരുമാനമായിരുന്നു ഇന്നലെ നടന്ന ഉന്നതതല സമിതി യോഗത്തിന്റെ തീരുമാനം. അലോക് കുമാർ വർമ്മ രാജിവെച്ച സമയത്ത് രാജിക്കത്തിൽ പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഫയർ സർവീസ് ആൻഡ് അതുപോലെ തന്നെ ഹോം ഗാർഡ് ഡിപ്പാർട്ട്മെന്റിൽ തനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, താൻ സർവീസിൽ ഇനി തുടർന്ന് നീണ്ടൊരു ടേം ഇനി തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ പറയുന്ന അലോക് കുമാർ വർമ്മയ്ക്ക് CBI കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ CBI 2 വർഷം മാത്രമാണ് ഒരു തലപ്പത്തിരിക്കേണ്ട സാഹചര്യം ഉള്ളത്. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുമ്പോൾ നീണ്ടൊരു കാലാവധി വരും. ആ നീണ്ടൊരു കാലാവധി തനിക്ക് സർവീസിൽ ഇരിക്കാൻ കഴിയില്ല, തനിക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ തനിക്ക് എടുക്കേണ്ട ഒരു നീതി ഒരു തരത്തിലും ലഭിച്ചില്ല, തനിക്ക് പറയാനുള്ള വിശദീകരണം കേൾക്കാൻ വേണ്ടി ആരും തയ്യാറായില്ല. കാരണം 10ഓളം ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം തന്നെ തനിക്ക് വ്യക്തമായി തന്നെ CVCയോടോ അല്ലെങ്കിൽ ഉന്നത സമിതിയോ ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നരേന്ദ്രമോദി അധ്യക്ഷനായിരിക്കുന്ന ഉന്നതതല സമിതി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ തനിക്കെതിരെയുള്ള ആരോപണം ഉണ്ടാകുമ്പോൾ തന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ ചീഫ് ജസ്റ്റിസ് നിയോഗിച്ച ജസ്റ്റിസ് AK സിക്രി അതിനെതിരെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു CVC റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്ത് അലോക് കുമാർ വർമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേട്ടതാണ്. പിന്നെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുകയല്ല ചെയ്തത്, അദ്ദേഹത്തെ താൽക്കാലികമായി തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്ന നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും CBIയുടെ തലപ്പത്ത് നാടകീയമായി രംഗത്ത് തുടരുന്നു. കേന്ദ്ര സർക്കാർ ഈ റഫേൽ വിഷയം വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു മാറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് ഇറക്കുമെന്ന വ്യക്തമായ സൂചന നൽകി BJP. അയോധ്യയിൽ രാമക്ഷേത്രം എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ആഗ്രഹമെന്ന പ്രസ്താവന BJP അധ്യക്ഷൻ അമിത് ഷാ ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്ന BJP ദേശീയ കൌൺസിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാക്ഷിയാക്കിയായിരുന്നു ഷായുടെ പ്രസ്താവന. ശരത്ത് നൽകുന്ന വിവരങ്ങൾ. വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അയോധ്യ വിഷയം വീണ്ടും ചർച്ചയാക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്നതാണ് ഇന്ന് BJP അധ്യക്ഷൻ അമിത് ഷാ ദേശീയ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രസംഗം. എവിടെയാണോ രാമക്ഷേത്രം ഉണ്ടായത് അവിടെ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് BJPയുടെ ആഗ്രഹമെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഈ ദേശീയ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അമിത് ഷാ നടത്തിയത്. സുപ്രീം കോടതിയിൽ നിന്നും ഉടൻ വിധിയുണ്ടാകണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. എന്നാൽ അയോധ്യ വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസ്
തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നും ഈ BJP അധ്യക്ഷൻ അമിത്ഷാ ദേശീയ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെയും ഈ രീതിയിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം അമിത്ഷാ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തവണ നടത്തിയ ഒരു പ്രസംഗത്തിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട ഉൾപ്പെടെ നിശ്ചയിക്കുന്ന ദേശീയ കൗൺസിലിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ഏതായാലും വികസന വിഷയങ്ങളൊക്കെ തന്നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർഗീയ കാർഡ് വീണ്ടും ഇറക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചത് എന്നാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയത്. മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഉത്തർപ്രദേശിൽ. അങ്ങനെ ഉത്തർപ്രദേശിൽ മഹാസഖ്യം കൂടി വരുന്നതോടുകൂടി BJPക്ക് ഉത്തർപ്രദേശിലെ സാധ്യതകൾ കുറയാനാണ് ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വഴിവെക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായ വർഗീയ ധ്രുവീകരണം ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ലത് അയോധ്യ വിഷയം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നാളെ മഹാസഖ്യം പ്രഖ്യാപിക്കപ്പെടാനിരിക്കെ വീണ്ടും അമിത്ഷാ അയോധ്യ രാമക്ഷേത്ര വിഷയം ഇന്ന് ദേശീയ കൗൺസിലിൽ ഉന്നയിച്ചിരിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് BSP-SP ധാരണ. മഹാസഖ്യ പ്രഖ്യാപനം അഖിലേഷ് യാദവും മായാവതിയും നാളെ നടത്തും. ഇരു പാർട്ടികളും 37 സീറ്റിൽ വീതവും RLD 2 സീറ്റിലും മത്സരിക്കും. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടക കക്ഷികൾക്കായി സഖ്യം വാതിൽ തുറന്നേക്കും. ശരത്തിന്റെ റിപ്പോർട്ട്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് മഹാസഖ്യം രൂപീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് BSPയുടെയും SP-യുടെയും തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലായി മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മഹാസഖ്യ രൂപീകരണത്തിനും അതുപോലെ തന്നെ സീറ്റ് വിഭജനത്തിനും ഉത്തർപ്രദേശിൽ തീരുമാനമായിരിക്കുന്നത്. 37 സീറ്റുകളിൽ വീതം സമാജ്വാദി പാർട്ടിയും BSPയും ഉത്തർപ്രദേശിൽ മത്സരിക്കും. 2 സീറ്റ് കൈറാന ഉൾപ്പെടെയുള്ള 2 സീറ്റുകളിൽ അജിത് സിംഗിന്റെ RLD മത്സരിക്കും. ഈ രീതിയിലാണ് സീറ്റ് വിഭജനം തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസിനെ നിലവിൽ സഖ്യത്തിന്റെ ഭാഗമാക്കില്ല എങ്കിൽ പോലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിലും മഹാസഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. അതോടൊപ്പം തന്നെ നിലവിൽ ഉത്തർപ്രദേശിലെ BJPയുടെ ഭാഗമായി നിൽക്കുന്ന NDA സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന 2 പാർട്ടികളെ ഏതെങ്കിലും വിധേയനെ NDA സഖ്യത്തിൽ നിന്നും അടർത്തിയെടുത്ത് മഹാസഖ്യത്തിലേക്ക് ചേർക്കാനുള്ള ശ്രമം മഹാസഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഈ നേതാക്കന്മാർ ലക്നൌവിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ NDAയുമായി ഇടഞ്ഞു നിൽക്കുന്നത് അപ്നാദളും അതുപോലെ തന്നെ സുഹൽദേവ് പാർട്ടിയുമാണ്. ഇതിൽ സുഹൽദേവ് പാർട്ടിക്ക് 1 സീറ്റ് മത്സരിക്കാനായി മഹാസഖ്യം നൽകും. അതുപോലെ തന്നെ അപ്നാദളിന്റെ നിലവിലുള്ള 1 സീറ്റിൽ മറ്റ് സ്ഥാനാർത്ഥികളെ മഹാസഖ്യം നിർത്തില്ല. ആ സീറ്റിൽ അപ്നാദളിന് സ്വന്തമായ നിലയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അവകാശവും നൽകും. ഈ രീതിയിൽ NDA സഖ്യകക്ഷികളെ ആ NDA സഖ്യത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് മഹാസഖ്യത്തിന്റെ ഭാഗമാക്കാനുള്ള ചില നീക്കങ്ങളും നാളെ പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഏറെ നിർണായകമായിരിക്കുന്നത് കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കുന്നില്ല എന്നുള്ളതോടൊപ്പം തന്നെ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ഈ മഹാസഖ്യം പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ ഭാഗമായി തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ല എന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരുമെന്നുമുള്ള ഒരു നിലപാടാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യം പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തുവാനുള്ള തീരുമാനവും കൈക്കൊള്ളും. ഏതായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം നാളെ രാവിലെ ലക്നൌവിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും ഉണ്ടാവുക. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 71 സീറ്റുകൾ നൽകിക്കൊണ്ട് അധികാരത്തിലേക്കുള്ള വഴി എളുപ്പമാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ ഏതായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയായിരിക്കും മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനം. തിരികെ വാർത്തകളിലേക്ക്. BJPയുടെ നിരാഹാര സമരത്തിന് അഭിവാദ്യം നേർന്ന് AICC അംഗവും മുൻ MLAയുമായി EM അഗസ്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന മഹിളാ മോർച്ച നേതാവ് പ്രൊഫസർ രമയാണ് EM അഗസ്തി കുടുംബസമേതം സന്ദർശിച്ചത്. EM അഗസ്തി BJP സമരപന്തലിൽ എത്തിയതിന്റെ ചിത്രം പീപ്പിൾ TVക്ക് ലഭിച്ചു. വിവരങ്ങൾ ജീവൻ നൽകുന്നു. ഇടുക്കിയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും AICC അംഗവും മുൻ പീരുമേട് MLAയുമായ EM അഗസ്തിയാണ് ഇന്ന് രാവിലെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രൊഫസർ രമയെ കാണാനായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJPയുടെ സമരപന്തലിലെത്തിയത്. KPCC യോഗത്തിലേക്ക് പോകും വഴിയാണ് EM അഗസ്തിയും കുടുംബവും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിലെത്തി പ്രൊഫസർ രമയെ സന്ദർശിച്ചത്. മഹിളാ മോർച്ച നേതാവായ രമ താമസിക്കുന്നതിന് തൊട്ടടുത്താണ്
EM അഗസ്റ്റിയുടെ മകൾ താമസിക്കുന്നത്. അങ്ങനെ ഒരു സൗഹൃദ സന്ദർശനമാണ് താൻ നടത്തിയത് എന്നായിരുന്നു EM അഗസ്റ്റിയുടെ വാദം. എന്നാൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചെറുതോണിയിൽ BJP നേതാക്കൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അവിടെ DCCയുടെ ജനറൽ സെക്രട്ടറിയായ അർജുനൻ BJPയുടെ നേതാക്കളെ മാലയിട്ട് സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. ആ വിവാദം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ EM അഗസ്റ്റി കൂടി BJPയുടെ സമരപന്തലിൽ എത്തിയിരിക്കുന്നത്. EM അഗസ്റ്റിയോട് കോൺഗ്രസ് നേതൃത്വം വിശദീകരണം ചോദിക്കും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗമായ രാമൻ നായർ BJPയുടെ സമരപന്തലിൽ എത്തുകയും പിന്നീട് BJPയുടെ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള KPCC യോഗമാണ് ഇന്ന് നടന്നത്. ഇതിന്റെ പ്രവർത്തക സമിതി അംഗമായ AK ആന്റണിയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേകിച്ച് BJPക്കെതിരെ വലിയ സമര രൂപങ്ങൾ റാഫേലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വളർത്തിയെടുക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ EM അഗസ്റ്റിയെ പോലെ വളരെ ഒരു മുതിർന്ന നേതാവ് BJPയുടെ സമരപന്തലിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏവരെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് EM അഗസ്റ്റിയോട് കോൺഗ്രസ് നേതൃത്വം വിശദീകരണം ആവശ്യപ്പെടും എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കാൻ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ച BJP നേതാവ് K സുരേന്ദ്രന് തിരിച്ചടി. ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നും ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് രാജ വിജയരാഘവൻ വാക്കാൽ ആരാഞ്ഞു. ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണെന്നും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും പോലീസ് വാദിച്ചു. സാലിയുടെ റിപ്പോർട്ട്. ചിത്തിരാട്ട വിശേഷത്തിന് സന്നിധാനത്തെത്തിയ 52കാരിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിലായിരുന്ന സുരേന്ദ്രന് ഹൈക്കോടതി ഉപാധികളോടെയായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സുരേന്ദ്രന്റെ ആവശ്യം മകരവിളക്ക് മഹോത്സവത്തിനു മുമ്പായി തനിക്ക് സന്നിധാനത്തെത്താൻ അവസരമൊരുക്കണം, അതിന് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന ഉപാധി പിൻവലിക്കണം എന്നുള്ളതായിരുന്നു. ആ ഉപാധിയിൽ ഇളവ് വേണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം. ഈ ഹർജി പരിഗണിക്കവെയാണ് രാജാ വിജയരാഘവൻ ജസ്റ്റിസ് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത്. അതായത് സന്നിധാനത്ത്, അതായത് ശബരിമലയിൽ ഇപ്പോൾ സമാധാനാന്തരീക്ഷമാണ്, അത് തകർക്കാനുള്ള, അത് നശിപ്പിക്കാനാണോ പോകുന്നത് എന്നതായിരുന്നു ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ചോദ്യം. ഏതായാലും കടുത്ത പരാമർശം ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് വാക്കാൽ പരാമർശമായി ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, പ്രോസിക്യൂഷൻ, പോലീസ് ഇതിനെ ശക്തമായി എതിർത്തു. ഈ സുരേന്ദ്രന്റെ ഹർജിയെ ഒരു കാരണവശാലും ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കരുത്, ശബരിമലയിൽ ഇപ്പോഴുള്ള സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിൽ എന്നും പോലീസ് വാദിച്ചു. ഏതായാലും സർക്കാരിനോട് നിലപാടറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. മകരവിളക്കിനെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും വിലയിരുത്താൻ ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ മേൽനോട്ട സമിതി സന്നിധാനത്തെത്തി പരിശോധന ആരംഭിച്ചു. ജസ്റ്റിസ് PR രാമൻ, S സിരിജകൻ, DGP ഹേമചന്ദ്രൻ എന്നിവർ അടങ്ങിയ സംഘം ഇന്നലെ ഉച്ചയോടെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലും പമ്പയിലുമായി പരിശോധന നടത്തിയിരുന്നു. ഗീവർഗീസ് റിപ്പോർട്ട്. മകരവിളക്കിന് സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പരിശോധിക്കാനാണ് ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ സമിതി ഇന്ന് സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ജസ്റ്റിസ് PR രാമൻ, ജസ്റ്റിസ് സിരിജകൻ, DGP ഹേമചന്ദ്രൻ തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത്. ഇവർ സന്നിധാനത്തെ വിവിധ ഭാഗങ്ങളിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പരിശോധിച്ചു. ഇന്നലെ ഉച്ചയോടെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലും പമ്പയിലും എത്തിയ ഇവർ ഇവിടെയും വിവിധ പരിശോധനകൾ നടത്തി. കൂടാതെ തന്നെ വിവിധ സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇവർ ചർച്ചയും നടത്തി. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി സന്നിധാനത്തെത്തി പരിശോധന നടത്തിയത്. മകരവിളക്കിന് ഇനി 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 4 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ഈ മകരവിളക്കിന് സന്നിധാനത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഭക്തർ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്ന് ഇവർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്.